ഏയ് മനുഷ്യ, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ കാടില്ലാതെ നാടിനെ മാത്രം നിലനിർത്താൻ പറ്റുമെന്ന്? കാടുണ്ടായാലേ നാടുണ്ടാവുള്ളൂ. നമ്മൾ ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരിലും ഉണ്ടാക്കണം. എൻ്റെ പേര് VM സാദിഖലി എന്നാണ്. ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. 2000-ലാണ് ആദ്യമായിട്ടൊരു നേച്ചർ ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്. 2003 മുതൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും അവബോധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. കാടിനോട് എനിക്ക് വളരെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ഞാൻ തുടക്കം എന്ന് പറയുന്നത് ഞാനൊരു നേച്ചർ ക്യാമ്പിൽ പങ്കെടുത്തതാണ്. 2000-ൽ നേച്ചർ ക്യാമ്പിലൂടെയാണ് നമുക്കിതിനോടൊരു ഇഷ്ടം ഉണ്ടാകുന്നത്. നമുക്കന്ന് പറഞ്ഞു തന്ന അധ്യാപകരും അന്ന് ക്ലാസ് എടുക്കാൻ വന്ന ആളുകളൊക്കെ ആയിരുന്നു. ഇങ്ങനെ കാട് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, ജീവജാലങ്ങളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, കിളികളുണ്ട്, ഇവരെ നിരീക്ഷിക്കാനൊക്കെ പഠിപ്പിക്കുന്നത്. നമുക്കിത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് കാട്ടിലേക്ക് ഇറങ്ങി വരുന്നതും ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള തോന്നലുണ്ടാകുന്നതും. 2003 കൂടിയിട്ടാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്. അത്രയും സമയം ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് വനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് ചെയ്യുക. ആ വനത്തിൻ്റെ പേര് മാർക്ക് ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ഏത് കാട്ടിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ആദ്യമായിട്ട് തീരുമാനിക്കുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് എന്താണ്, ഫോട്ടോഗ്രാഫി എന്താണ് എന്നുള്ളത് അത് തീരുമാനിക്കുക. അങ്ങനെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ പ്രൊജക്റ്റ് തീരുമാനിച്ച് എത്ര ആളുകളാണ് അതിൽ മെമ്പേഴ്സായിട്ടുള്ളത്, എത്ര ദിവസമായിരിക്കും നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും നമ്മൾ റിസൾട്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊടുക്കുക. അദ്ദേഹം ഇതിനെക്കുറിച്ച് കണ്ട് പഠിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ടീം ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമുക്ക് പെർമിഷന് ഗ്രാൻറ്റ് ചെയ്യുക. അവിടെയുള്ള സുരക്ഷയും ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് നമുക്കൊരു പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് ഗുജറാത്ത് ഗീർ വനത്തിലേക്ക് പോകുന്നുണ്ട് നിരന്തരമായിട്ട്. ഗീർ വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഏഷ്യയിൽ ഗുജറാത്തിലെ ഗീർ വനത്തിൽ മാത്രമാണ് വൈൽഡായിട്ട് നമുക്ക് സിംഹങ്ങളെ കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ ബന്ദിപ്പൂരോ മുതുമലയോ അല്ലെങ്കിൽ പറമ്പിക്കുളവോ തേക്കടിയോ പോയാലും കാണാൻ പറ്റില്ല. അതിന് പറ്റുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഗീർ വനം പോലെയുള്ള വനങ്ങളിലാണ്. ഏഷ്യയിൽ അവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഗുജറാത്ത് ഗീർ വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കണ്ട് പഠിക്കണം. അവിടെ ഏതൊക്കെ അനിമൽസാണുള്ളത്, അതിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കണ്ടൊക്കെ നമ്മൾ പഠിക്കുക. അതിൻ്റെ മുൻകാലങ്ങളിൽ പോയ ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാട്ടിലും പോകാൻ. ഇത്തരത്തിൽ പോകുന്ന സമയത്ത് നമുക്കും സുരക്ഷ ഉണ്ടായിരിക്കും. അതിൻ്റെ പുറമെ ഫോറസ്റ്റിൽ തന്നെ വിവിധ പ്രൊജക്റ്റുകളൊക്കെ വരാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊജക്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും ആക്ടിവിറ്റികളും ചെയ്തതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരുന്ന സമയത്ത് നമ്മളെ അവർ സമീപിക്കും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫി മാത്രമല്ല, വീഡിയോഗ്രാഫിയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ സമീപിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡോക്യുമെൻറ്റേഷനുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. കാട് എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളുടെ ഒരു ഇടമാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് കത്തിയോ അല്ലെങ്കിൽ ഗണ്ണോ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പറ്റുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഗുജറാത്ത് ഗീർ വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഇടേണ്ട ഡ്രസ്സല്ല നിത്യഹരിതവനത്തിലേക്ക് ഉപയോഗിക്കേണ്ട ഡ്രസ്സുകൾ എന്നുള്ളതിനെക്കുറിച്ചും കണ്ടൊക്കെ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിനോട് യോജിക്കുന്ന ഡ്രസ്സുകളാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നമ്മൾ പെർഫ്യൂംസ് പോലെയുള്ള സ്മെല്ല് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ
ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനുള്ള സ്വയമായിട്ടുള്ളൊരു സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ അനിമൽസിൻ്റെ പക്ക് മാർക്കുകളും ഫുട് പ്രിൻറ്റുകളും അവശിഷ്ടങ്ങളൊക്കെ നോക്കിയിട്ടാണ് കാട്ടിലേക്ക് യാത്ര ചെയ്യുക. ഏതൊക്കെ സ്ഥലത്ത് ഏതെല്ലാം അനിമൽസ് ഉണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വെള്ളം കുടിക്കുന്ന ഏരിയകളുണ്ടാവും, അരുവിയോടടുത്തുള്ളതും ചെറിയ ചെക്ക് ഡാമുകളൊക്കെ കാട്ടിനകത്തുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കുക. ഈ വെള്ളം കുടിക്കുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുക ആനിമൽസ് ഉണ്ടായിരിക്കുക. ആ സ്ഥലത്ത് നമ്മൾ ഹൈഡ് ചെയ്ത് ഇരുന്നിട്ട് ഫോട്ടോഗ്രാഫ് ചെയ്യുക എന്നുള്ളതാണ്. കാറ്റടിക്കുന്ന ദിശയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. അനിമൽസിൻ്റെ അടുത്തുനിന്ന് കാറ്റ് നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തില്ല, അനിമൽസിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്മെല്ല് വെച്ചിട്ടാണ് അവർക്ക് പലതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഏകദേശം 2003 മുതലാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത്. ഇത്ര കാലയളവിൽ നമുക്ക് ഉണ്ടായിട്ടില്ല, ബാഡായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. കാടിൻ്റെ മര്യാദകൾ അനുസരിച്ച് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുണ്ടാവുന്നത് എന്നുള്ളതാണ്. നമ്മൾ കാട്ടിലേക്ക് കയറി തുടങ്ങുന്ന ഫസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യുന്ന കാര്യമാണ് ആ കാടിനെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ കാടിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ഓരോ കാടും എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അനിമൽസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, നമ്മളെ ജീവിതത്തിൽ ആ ജീവജാലങ്ങൾ എങ്ങനെയാണ് പങ്കുവഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് മാത്രമാണ് നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റുള്ളൂ. ഒരു ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് മുൻപും അത്തരത്തിലായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്. കാരണം ഒരു കിളിയെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിക്ക് ഒരു പോരൽ പോലും ഏൽക്കാതെ ആയിരിക്കണം നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവർക്കും ക്യാമറ വാങ്ങിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. കാടറിഞ്ഞ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളുകളായാൽ നല്ല ചിത്രങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പകർത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളുകളെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എക്യുപ്മെൻസിനെ കുറിച്ചിട്ടാണ്. ഭയങ്കര വില കൂടിയ എക്യുപ്മെൻസ് എടുത്താൽ നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റുമെന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ഭയങ്കര തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് കേട്ടോ. ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ എക്യുപ്മെൻസ് ബേസാണെങ്കിലും അല്ലെങ്കിൽ ഇനി വില കൂടിയതാണെങ്കിലും കൃത്യമായിട്ട് ലൈറ്റിനെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസ്. ഫ്രെയിം സെറ്റ് ചെയ്യാനും പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും നമുക്ക് ട്രൈപ്പോഡ് കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത്തരത്തിൽ ട്രൈപ്പോഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് ഇതുപോലെ കല്ലുകൾ എന്നൊക്കെ പറയുന്നത്. നമുക്ക് സ്റ്റേബിളായിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോസ് പകർത്താനൊക്കെ സഹായിക്കും. ലോ ലൈറ്റിൻ്റെ സമയത്താണ് ട്രൈപ്പോഡ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഒരു മലമുഴക്കി വേയാമ്പലിൻ്റെ പടമാണ്. എന്ത് രസകരമാണ് അതിൻ്റെ കളറുകൾ അറിയാം. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എന്താണെന്നറിയോ? മലമുഴക്കി വേയാമ്പൽ ഒരു സമയത്ത് ഒരു ഇണയാണ് അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് മുട്ടയിട്ട് വിരിയുന്ന സമയത്ത് പെൺ വേയാമ്പലിൻ്റെ പുറത്തുള്ള രോമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? പറിച്ച് കൂടിന് സേഫ്റ്റി ആയിട്ടൊരു മെത്ത പോലെ രൂപപ്പെടുത്തും. ആ മെത്തയിലാണ് ഈ വേയാമ്പലിൻ്റെ കുഞ്ഞ് മുട്ടയായിട്ട് വിരിയുന്നത്. ആ വിരിഞ്ഞ് അതിന് തൂവലൊക്കെ വന്ന് ഒരു പാകമാവുന്നത് വരെ, അത് ചിറകടിച്ച് പറക്കാൻ തുടങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ ആൺവേയാമ്പലാണ് അതിനുള്ള തീറ്റ തേടി കൊടുക്കുന്നത്. ആ കുട്ടിക്ക് മാത്രമല്ല കേട്ടോ, ആ ഫീമെയിൽ ഹോൺബില്ലിനും ഉള്ള തീറ്റ അവരാണ് കൊടുക്കുന്നത്. ഈ മലമുഴക്കി വേയാമ്പലിൻ്റെ ഈ മെയിലിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റും? ഈ വേയാമ്പലും ഈ കുട്ടിയും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചത്തുപോവുകയാണ് ചെയ്യുക. വേറൊരു കാര്യമുള്ളത്, അതിൻ്റെ ഫീമെയിലിനോ അതിൻ്റെ കുട്ടിക്കോ അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കൂട് പൊളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ആൺവേയാമ്പലിന് മാത്രമാണ് ഈ കൂട് പൊളിക്കാൻ പറ്റുള്ളൂ. എന്തൊരു രസകരമാണെന്നറിയാം അവരുടെ ജീവിതം. എനിക്ക് BBC പബ്ലിഷ് ചെയ്ത ചിത്രം എന്ന് പറയുന്നത്
2012 ഒക്ടോബറിലായിരുന്നു ഫസ്റ്റ് ചിത്രം വന്നത്. അതൊരു ലെപ്പേർഡിൻ്റെ ചിത്രമായിരുന്നു. ഞാൻ ബന്ദിപ്പൂരിലൂടെ യാത്ര പോകുന്ന സമയത്താണ് ലെപ്പേർഡിൻ്റെ പടം എനിക്ക് കിട്ടിയത്. അതൊരു പുലി ഇരിക്കുന്നൊരു ചിത്രമായിരുന്നു. എല്ലാവരും വണ്ടീൻ്റെ മുകളിൽ നിന്ന് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ടയറിനോട് ചാരിയിട്ട് ഫോട്ടോ എടുത്തു. അത് നമുക്കൊരു ഐ ലെവലിലാണ് ഫോട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്തു, ആ ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കാൻ കാരണമായി. ആ ഫോട്ടോസിൽ അയച്ചു കൊടുത്ത സമയത്ത് എനിക്കൊരു മെയിൽ വന്നു. മെയിൽ മുഖാന്തരമാണ് അയച്ചു കൊടുക്കുക. മെയിൽ വന്നു, ഞങ്ങളുടെ ഫോട്ടോസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാഗസിന് കിട്ടിയിട്ട് നോക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇത് വേൾഡിൽ 2ാമതായിട്ടാണ് ആ ചിത്രം വന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു ചിത്രം അങ്ങനെ വരുമെന്നുള്ളത്. മലയാളത്തിലൊക്കെ ഉള്ള ധാരാളം മാഗസിനുകളിലൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിലൊന്നും മലയാളത്തിലുള്ള മാഗസിനിലൊന്നും വന്നില്ല. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു മാഗസിനിൽ ഇത്തരത്തിൽ ചിത്രം വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ അയച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആ നേച്ചർ ടോണിലും നേച്ചർ കളറിലും ചിത്രങ്ങൾ എടുക്കണം. അത്തരത്തിൽ ചിത്രങ്ങൾ എടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, കോമ്പറ്റീഷനിൽ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എഡിറ്റ് ചെയ്ത ചിത്രങ്ങളൊന്നും അവർ പരിഗണിക്കാറില്ല. പിന്നീട് വരുന്നത് ഞാൻ ഫോട്ടോ എടുക്കുന്നത് മുതുമലയിൽ നിന്നാണ്. മുതുമലയിൽ നിന്നൊരു എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സഫാരി പോകുന്ന സമയത്താണ് റോട്ടിലൂടെ ഒരു ഇന്ത്യൻ കെമലിയോണ് നടന്നു പോകുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സമയത്തും അതിൻ്റെ നിറം മാറാനുള്ള കഴിവ് ഇന്ത്യൻ കെമലിയോണിനുണ്ട് എന്നുള്ള. മറ്റുള്ള സാധാരണ നമ്മൾ കാണുന്ന ഗാർഡൻ ലിസാർഡുകളൊന്നും എന്ത് ചെയ്യില്ല, നിറം മാറില്ല. നമ്മൾ തെറ്റിദ്ധാരണയാണ് ഓന്തകൾ നിറം മാറും എന്നുള്ളത്. പക്ഷേ നിറം മാറില്ല. ഈ കെമലിയോൺ എന്ത് ചെയ്യും, നിറം മാറുന്നതുകൊണ്ടാണ് ഓന്താണ്. ഇതൊരു മരത്തിൻ്റെ കമ്പിലിരുന്നു. റോട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിൻ്റെ കളറിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കളറായിരുന്നു. ഇതൊരു ഒരു കമ്പിലിരുന്നു ഒരു പച്ച കളറിലൊരു ഇതിലാണ് ഇരുന്നത്. അപ്പോൾ അതിൻ്റെ രൂപം മൊത്തമായിട്ട് മാറി. നമ്മൾ അത്ഭുതപ്പെട്ട് കണ്ടാണ് ഇതിനെ നോക്കുന്നത്. പച്ച കളറിൽ വന്നു. അപ്പം വീണ്ടും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ക്യാമറ ഉപയോഗിച്ചു. അതിൻ്റെ നിരന്തരമായിട്ട് ഒരുപാട് വീഡിയോഗ്രാഫുകളൊക്കെ പകർത്തി, ഫോട്ടോഗ്രാഫ്സുകൾ നിരന്തരം പകർത്തി. ഇത്ര ഒരു വലിയൊരു സാഹചര്യമാണ് നമ്മളെ മുമ്പിൽ വന്നത്. ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ആ ചിത്രം എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹെഡ്ലൈൻ ഇട്ടത് അവർ തന്നെയാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ക്യാപ്ഷന് ഹെഡ്ലൈനിന് അവർ കൊടുത്തത്. നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് പല രൂപത്തിൽ ചിത്രങ്ങൾ നമുക്കെടുക്കാം. അതിലൊരു രൂപം ഇതിൻ്റെ സൗന്ദര്യമാണ്. വന്യജീവികളുടെ സൗന്ദര്യമാണ് ഫോട്ടോഗ്രാഫിയിൽ എപ്പോഴും ചെയ്യുക. നമ്മൾ ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആളുകളിത് വന്ന് കാണാൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളിത് പറഞ്ഞു കൊടുക്കും. ഓരോ ജീവിയുടെയും പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് ഭൂമിയിൽ ഇത് മനുഷ്യരെ സഹായിക്കുന്നത്, ഇതില്ലെങ്കിൽ എന്താണ് നമുക്ക് പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. സ്കൂളുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. വലിയ എക്സിബിഷൻ സെൻറ്ററുകളൊക്കെ ഉണ്ട്. ആർട്ട് ഗാലറി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് ഫോട്ടോഗ്രാഫിയിലൂടെ ഇത് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം, എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഓരോ ജീവികളുടെയും പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് സാധാരണ ആവുന്നത്. അല്ലാത്ത ആളുകൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളുകൾ മാത്രമായി പോകും. ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട് അജ്മൽ സാറും, ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് മുതുമല ടൈഗർ റിസർവ് എന്നാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. മാന് പ്ലാസ്റ്റിക് നിന്ന് നമ്മൾ ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് നെട്ടിയിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ സാധാരണ മാനുകൾ കാണുന്ന പുല്ലും ഇതൊക്കെയാണ്. പ്ലാസ്റ്റിക് കഴിക്കുന്ന നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തി, അതിൻ്റെ വീഡിയോഗ്രാഫ്സൊക്കെ പകർത്തി. ഇത് നമ്മളെപ്പോലെയുള്ള ആളുകൾ, ടൂറിസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോകം അറിയണം എന്നുള്ളത് തോന്നി. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യുകയും ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ സുഹൃത്തുക്കളുണ്ട്, മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് ഈ കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയും, അപ്പോൾ ഇത് ലോകം അറിയണം എന്നുള്ളത് ഇത്തരം മീഡിയകൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ന്യൂസിൽ ഈ കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. ഒരു തവണ ഞാൻ നമ്മുടെ നിലമ്പൂരിലുള്ള നാടുകാണി ചുരത്തിലൂടെ പോകുന്ന സമയത്ത് ആനകൾ പ്ലാസ്റ്റിക് കഴിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്, ഡയപ്പർ കഴിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്, ആനപ്പിണ്ടിട്ട് ഡയപ്പറുള്ള കാഴ്ച കണ്ടിട്ടുണ്ട്. എന്തോരം മോശമായിട്ട് എത്ര മനുഷ്യന്മാർ എത്ര അധപ്പതിച്ച് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ മക്കളുടെ
മലവും മൂത്രമൊക്കെ അടങ്ങിയിട്ടുള്ള ഡയപ്പറാണ് എന്ത് ചെയ്യുന്നത് ആനകളൊക്കെ പോലെയുള്ള ജീവജാലങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാനുകൾ കഴിക്കുന്നത്. എന്തോരം വൃത്തികേടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ അന്ത്യം നമ്മുടെ അടുത്ത് തന്നെയാണ്. ക്യാമറ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആകാംക്ഷത്ത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. പല രൂപത്തിൽ പഠിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. പല ആളുകൾക്കും എന്ത് ചെയ്യുന്നില്ല, സാഹചര്യങ്ങൾ ഒക്കാറില്ല. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് സാഹചര്യം ഒക്കാറില്ല. വൈൽഡ് ലൈഫായിട്ട് പ്രകൃതിയായിട്ടൊക്കെ ഏറ്റവും റിലേറ്റഡ് ഉള്ള മനുഷ്യന്മാരെന്ന് പറയുന്നത് ആദിവാസി ആളുകളും അവിടുത്തെ കുട്ടികളൊക്കെയാണ്. അവർക്ക് അവരെടുത്ത ചിത്രങ്ങളൊക്കെ അവരെടുത്ത കാഴ്ചകളൊക്കെ അവർ മനസ്സിൽ മാത്രമാണ് വെക്കുന്നത്. അത്തരം കാഴ്ചകൾ ഈ പറഞ്ഞതുപോലെ പുറം ലോകത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് ഇതിനെക്കുറിച്ച് കണ്ട് കൃത്യമായിട്ടുള്ള പഠനം കിട്ടണം. അതുകൊണ്ട് നമ്മൾ നടത്തിയൊരു പ്രൊജക്റ്റാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തിലധികമായിട്ട് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ട് ഇതിനോട് ഫോട്ടോഗ്രാഫിയോട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോട് ഇൻട്രസ്റ്റ് ഉള്ള ആദിവാസി കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ക്യാമറയും അതുപോലെ ഹെലിക്യാമും ക്യാമറ ട്രാപ്പുകളും ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അതിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എടുത്ത ചിത്രങ്ങളുടെ എക്സിബിഷന് നമ്മൾ കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാം പഠിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഏതൊരു ജോലി ഇഷ്ടപ്പെടുന്ന പോലെ ഇത്തരത്തിലുള്ള ജോലി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് നല്ല ഭാവി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഭാവി എന്ന് പറയുന്നത് നമ്മൾ നല്ല ചിത്രങ്ങൾ പകർത്തിയിട്ട് നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാവി.